ചുരൽമലയുണ്ടായ എന്താ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും നമ്മൾ കണ്ടതാണ്. തൊഴിലാളികൾ അക്കരെ പോയി കുടുങ്ങി, അവർ ഇക്കരെ കടത്താൻ നടത്തിയ പ്രയാസം. അവിടെ പ്രതികരിച്ച സാധാരണക്കാരായ നാട്ടുകാർക്കെതിരെ അവിടെ വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസെടുത്ത് അവരെ ജയിലിലടക്കാനാണ് ഇപ്പോൾ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലൊരു വില്ലൻ്റെ റോളിൽ പിണറായിയും മരുമകനും നിൽക്കുമ്പോൾ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അതിൽ എനിക്ക് വയനാട്ടിലെ ജനതയോട് പറയാനുള്ളത്, ഈ ജനങ്ങളും ഈ ദുരിതബാധിതപ്പെട്ടവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾക്ക് രാഷ്ട്രീയ പോരാട്ടം, സമര പോരാട്ടത്തിനപ്പുറം ഇതിലൊരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി ഇറങ്ങേണ്ടതുണ്ട്. 403 കുടുംബങ്ങൾക്ക് 1.25 കോടി രൂപ വെച്ച് ചെക്ക് എഴുതി കൊടുത്ത് നിങ്ങളെവിടെയും പോയി സമാധാനമായി ജീവിക്കൂ എന്ന് പറയാൻ ബാധ്യസ്ഥമായ ഒരു ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല. മാത്രമല്ല, വെറും 15 ലക്ഷത്തിലേക്ക് ഇവരെ ഒതുക്കി നിങ്ങൾ എവിടെയും പോയി തെണ്ടിക്കോ എന്ന് പറയുന്ന നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ സമരവും ശക്തമായ നിയമ നടപടികളും എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്ന് ഇവിടുത്തെ ആക്ഷൻ കൗൺസിലുമായും ജനപ്രതിനിധികളുമായും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്തായാലും ഞങ്ങളിതിൽ വ്യക്തിപരമായിട്ട് ഇതിൽ ഇടപെടാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങളെ കൂട്ടിയിട്ടുള്ള ഈ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിൽ ജനങ്ങൾക്ക് നീതി ലഭ്യമാകുന്നവരെ ഈ പോരാട്ടം തുടരും.